ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സിനിമ മേഖലയിൽ മാറ്റി നിർത്തണമോ ഇവരെ? അതെന്ത് മര്യാദ? അത് കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ്. കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ. അങ്ങനെയല്ലേ അതിന്റെ ഒരു സമീപനം വേണ്ടത്? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയടോ. എങ്ങോട്ട് മാറി നിൽക്കാൻ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രാജ്യം വിടണോ? അങ്ങനെയല്ല, അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, തുടർന്നും ജീവിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, പോവാ. അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്, അത് മുന്നോട്ട് പോകും. Don't you bloody try to trouble me ever again for such petty flimsy issues. ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ല. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒന്നിരുന്നു, അവിടെ പോയിട്ട് കേട്ടു നോക്കൂ. പറഞ്ഞിട്ടില്ല. മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? പിന്നെ ചൂടാണ്ട് ഇല്ല. അത് നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്? മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ? അങ്ങനെ മാറ്റി നിർത്തൽ എങ്ങനെയാണ്? ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്, ശിക്ഷ അനുഭവിച്ചവരുണ്ട്. അവർ തിരിച്ചു വന്നാൽ അവരെ നാട് കടത്തുമോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ? വേറെ ആളെ നോക്കണം? കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടോ? അതല്ല ഉദ്ദേശം. അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ. ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണോ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.